ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്നു. ആവേശ കൊടുമുടിയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. കോൺഗ്രസ് നേതാവ് PA മാധവന് വാഹനാപകടത്തിൽ പരിക്കേറ്റ സംഭവം പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. അപകടത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് PA മാധവന്റെ മകൻ സമീർ M നായർ. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 10 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ഉത്രാളിക്കാവിന് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. വാർത്തകളിലേക്ക് വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുകയാണ്. 2 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇനി കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. തൃശൂർ നഗരത്തിൽ 3 ഇടങ്ങളിലായിട്ടാണ് 3 മുന്നണികളുടെയും പരസ്യപ്രചരണം സമാപിക്കുക. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, നഗരത്തിൽ തൃശൂർ തെക്കേ ഗോപുര നടയിലാണ് 3 മുന്നണികളുടെയും പരസ്യപ്രചാരണം സമാപിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളാണ് മുന്നണികൾക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്? സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം പ്രവർത്തകർ എത്തിത്തുടങ്ങിയോ? ദിവിഷേ, നമുക്കറിയാം കൊട്ടിക്കലാശം അതിൻ്റെ വഴിയിലേക്ക് ഇപ്പോൾ സ്വരാജ് റൗണ്ട് നീങ്ങിയിരിക്കുകയാണ്. സ്വരാജ് റൗണ്ടിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഈ മുന്നണികൾ ഓരോരുത്തരായും പ്രവർത്തകരുമെല്ലാം തന്നെ സജ്ജമായിക്കൊണ്ട് ഇവിടേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബാരിക്കേഡുകൾ നിരത്തി ഓരോ മുന്നണികൾക്കും പ്രത്യേകമായ സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് തെക്കേ ഗോപുരനടയാണ്. സ്വരാജ് റൗണ്ടിൻ്റെ ഇവിടെ 3 റോഡുകൾ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പ്രധാനമായും 3 മുന്നണികൾക്കും 3 സ്ഥലങ്ങളാണ് ഇവിടെ മുൻകൂട്ടി പോലീസ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. എനിക്ക് മുൻവശത്തായി സമാനമായി കാണുന്നത് രാഗം തിയേറ്ററാണ്. രാഗം തിയേറ്ററിൻ്റെ സമീപത്ത് LDF-നും ഒപ്പം തന്നെ പിന്നിൽ കാണുന്ന ആ ഭാഗത്ത്, അതായത് ജനറൽ ആശുപത്രി ജോസ് തിയേറ്ററിൻ്റെ ഭാഗത്ത് UDF-നുമാണ് പ്രത്യേകമായ സ്ഥലം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ എതിർ കാലത്തായി കാണുന്ന MO റോഡാണ്. MO റോഡിന് മുൻവശത്തായി BJP, അതായത് NDA മുന്നണിക്കുമാണ് ഇപ്പോൾ പോലീസ് പ്രത്യേകം സ്ഥലം അനുവദിച്ച് നൽകിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ബാരിക്കേഡുകളും മറ്റും നിരത്തി പ്രത്യേകമായ സ്ഥല ക്രമീകരണങ്ങളാണ് ഇപ്പോൾ റൗണ്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ ഒരു വാഹനമാണ് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത്. എന്തായാലും പ്രവർത്തകരും അണികളുമൊക്കെ തന്നെ ഇന്ന് അതായത് പരസ്യപ്രചരണത്തിൻ്റെ സമാപന മണിക്കൂറുകളിലേക്ക് അടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള റാലിയും മറ്റുമായിട്ടാണ് ഓരോ മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളുമായി മണ്ഡലങ്ങളിലെ പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത്. അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള റാലികൾ തന്നെയാണ്. മഹാറാലികളായിട്ടാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലേക്കുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇന്ന് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കാരണം നമുക്കറിയാം, പരസ്യപ്രചരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ മുന്നണികളെല്ലാം തന്നെ അത്യാവേശത്തിലാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിന് സമാനമായി തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ കൊട്ടിക്കലാശം അതിൻ്റെ പാരമ്യത്തിലേക്ക് ആവേശഭരിതമായി തന്നെ ഈ തൃശ്ശൂർ നഗരത്തിലും കൊട്ടിക്കലാശിക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബാരിക്കേഡുകളും മറ്റും നിരത്തി ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ പോലീസിൻ്റെ പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വാഹന ഗതാഗതമടക്കം
ഉണ്ടായിരുന്നു. വാഹന പാർക്കിംഗ് സ്വരാജ് റൗണ്ടിൽ ഇന്ന് നിരോധിച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത് തടഞ്ഞിരിക്കുകയാണ് പോലീസ്. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യാത്രക്കാരും മറ്റും ഈ ഒരു ദുരിതം അനുഭവിക്കരുത്, യാത്രാക്ലേശം അനുഭവിക്കരുതെന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടി തന്നെ മുൻകാലങ്ങളിൽ എന്ന പോലെ പ്രത്യേകമായ മുന്നറിയിപ്പും ഒക്കെ തന്നെ മുൻകൂട്ടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ സ്വരാജ് റൗണ്ടിൽ വാഹന പാർക്കിംഗ് നിരോധിച്ചിരുന്നു. ഇപ്പോൾ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഇനിയും പ്രചരണ വണ്ടികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ വണ്ടികളും അത്തരത്തിൽ മുന്നണികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ വാഹനങ്ങൾ മാത്രമായിരിക്കും ഇന്ന് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ UDFൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൊടികളും അതുപോലെ തന്നെ പ്രചരണ വാഹനങ്ങളിലെ ഗാനങ്ങളും ഒക്കെ മുഴക്കിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. UDFൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകമായി നൽകിയിട്ടുള്ള മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള സ്ഥലത്ത് ഓരോ മുന്നണികളും തങ്ങളുടെ പ്രവർത്തകരുമായി തങ്ങളുടെ 23 ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിന് ഈ ഒരു നിമിഷം കൊട്ടിക്കലാശമാവുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി എത്രത്തോളം ആവേശത്തിൽ ഉയർത്താമോ അത്രത്തോളം ആവേശത്തിലാകും ഓരോ മുന്നണികളും ഇവിടെ നഗരമധ്യത്തിലെത്തി തങ്ങളുടെ ഈ പരസ്യ പ്രചരണത്തിന് കലാശം നടത്തുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ അണിയറയിൽ ഇതിനു മുന്നേ തന്നെ മുന്നണികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയ രീതിയിൽ ഇപ്പോൾ നമുക്ക് ഈ തേക്കിൻകാട് മൈതാനത്തേക്കൊക്കെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കാവടികളും മറ്റുമൊക്കെയായി സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾ എത്തുന്നു. ഓരോ മുന്നണികൾക്കും ആഘോഷം അല്ലെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തെ അത്യാഘോഷമാക്കി മാറ്റുന്നതിന് അതിന് സാക്ഷ്യം വഹിക്കുന്ന കൊട്ടിക്കലാശത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഓരോ മുന്നണികളും. അത് വലിയ രീതിയിലുള്ള കൊടിതോരണങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാഹനങ്ങളിലെ പ്രചരണ ഗാനങ്ങളും അതുപോലെ തന്നെ കാവടികളും മറ്റുമൊക്കെയായി തന്നെ ഈ ഒരു കൊട്ടിക്കലാശം അത്യാവേശത്തിലേക്ക് നയിക്കാനുള്ള തയ്യാറെടുപ്പ് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഈ 3 മുന്നണികളുടെയും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരും. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബാരിക്കേഡുകൾ നിരത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ നിരവധി പോലീസുകാർ ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നു. സുരക്ഷയുടെ ഭാഗമായിട്ടാണ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വലിയ രീതിയിലുള്ള കർശന സുരക്ഷയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഒരു ഭാഗത്തേക്ക് കലാശക്കൊട്ട് നടക്കുന്ന വിവിധ കേന്ദ്രങ്ങൾ, അത് ജില്ലയിൽ ഈ തൃശ്ശൂർ നഗരത്തിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലെയും പ്രധാന കേന്ദ്രങ്ങളിലടക്കം കൊട്ടിക്കലാശം നടക്കുന്ന പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന കൊട്ടിക്കലാശ വേദികളിലൊക്കെ തന്നെ പ്രത്യേകമായ സുരക്ഷയും നിരീക്ഷണവും പോലീസിൻ്റെയും അതുപോലെ തന്നെ ഇലക്ഷൻ സ്ക്വാഡിൻ്റെയും ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെ കൊട്ടിക്കലാശത്തിനുള്ള വേദി ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം 3 മുന്നണികളുടെയും പ്രവർത്തകരും അണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഇപ്പോൾ ഇവിടേക്ക് ഒഴുകി എത്തുന്നുണ്ട്. കാരണം കലാശക്കൊട്ടിൻ്റെ ആ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ആ അവസാന നിമിഷത്തെ പരസ്യപ്രചരണത്തിൻ്റെ ആഘോഷം വീക്ഷിക്കുന്നതിനും ആ ഒരു ആഘോഷത്തിൽ ആവേശത്തിലും പങ്കെടുക്കുന്നതിനുമായിട്ട് പാർട്ടി അണികളും മറ്റുമായി ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു നിമിഷം. ലിബീഷ്, അഭിജിത്ത്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ കൊടികളും മറ്റുമാണ് കാണാൻ കഴിയുന്നത്. NDA പ്രവർത്തകർ എത്തിച്ചേരുന്നതേ ഉള്ളൂ. എന്തായാലും തൃശ്ശൂർ വളരെ ശക്തമായ ത്രികോണ മത്സരം നടന്നൊരു മണ്ഡലമാണ്, സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. അതിൻ്റെ ഒരു ആവേശം തീർച്ചയായിട്ടും കൊട്ടിക്കലാശത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ചോദ്യം പൂർണ്ണമായും മത്സരാവേശം എത്രത്തോളമാണെന്നാണെന്ന് ഞാൻ കേട്ടത് അതന്നല്ലേ ലിബീഷ്? അതെ, പറയാം അഭിജിത്ത്, പറയാം. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ലിബീഷ് സൂചിപ്പിച്ച പോലെ തന്നെ മത്സര ആവേശം, അതായത് മണ്ഡലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 13 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, ചാലക്കുടിയിൽ മാത്രമാണ് UDFന് വിജയിക്കാൻ സാധിച്ചത്. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ 12-1 ഇപ്പോൾ കക്ഷി നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. നമുക്കറിയാം കഴിഞ്ഞ തവണ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന പത്മജ വേണുഗോപാലിനെ BJPയിലെത്തിച്ച് BJPയുടെ കാൻഡിഡേറ്റായിട്ട് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നുള്ള ഒരു പ്രത്യേകത ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംജാതമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ UDF പാളയത്തിലായിരുന്ന പത്മജ ഇത്തവണ BJP പാളയത്തിലായിരുന്നു. അന്ന്
BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൻ്റെ MP ആണ്, BJPയുടെ ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഈ ഒരു കലാശക്കൊട്ടിൽ BJPയുടെ ആളായിരുന്ന, അതായത് കഴിഞ്ഞ തവണ UDFൻ്റെ സ്ഥാനാർത്ഥിയും ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയുമായ BJPയുടെ നേതാവുമായ പത്മജയ്ക്കൊപ്പം ഈ ഒരു കലാശക്കൊട്ടിൽ സുരേഷ് ഗോപിയും പങ്കെടുക്കുന്നു എന്നുള്ള വിവരവും ഉണ്ട്. എന്തായാലും ആ BJP ക്യാമ്പ് അതുകൊണ്ട് തന്നെ NDAയുടെ മുന്നണി അതിശക്തമായൊരു ആവേശത്തിലാണ് ഈ ഒരു പ്രചരണ കാലങ്ങളിലൊക്കെ തന്നെ നടന്നു നീങ്ങിയത്. ആദ്യം മുതൽ തന്നെ പ്രചരണത്തിൽ മുന്നേറാൻ NDA മുന്നണിക്ക് ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ സാധിച്ചു എന്ന് അവർ വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പരമാവധി വോട്ടുകൾ, അതായത് ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം, ആ സുരേഷ് ഗോപിയിലൂടെ നേടിയ ആ വിജയം ഇത്തവണ നിയമസഭയിലും സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് BJP ക്യാമ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഘട്ടം മുതൽ തന്നെ അവർ നടത്തുന്നത്. മറ്റ് മുന്നണികളൊക്കെ തന്നെ പ്രചരണ രംഗത്ത് സജീവമാകുന്നതിലും ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പത്മജയുമായി പരസ്യ പ്രചരണത്തിന് BJP ഇറങ്ങിയിരുന്നു. NDA മുന്നണി സജ്ജമായി തന്നെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ആ ഒരു ആവേശം അവസാന നിമിഷം വരെയും BJP ക്യാമ്പിന് ഉണ്ട് എന്നുള്ളതാണ് ഇതുവരെയും മനസ്സിലാക്കുന്നത്. അവരുടെ വിലയിരുത്തലും അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയാണ് NDA വെച്ച് പുലർത്തുന്നത്. ഒപ്പം തന്നെ അപ്പുറത്ത് പിന്നീട് വന്ന സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ മത്സരിച്ചത് P. ബാലചന്ദ്രനാണ് നിലവിലെ MLA. CPIയുടെ സീറ്റാണ്. അതുകൊണ്ട് തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയായി ആര് വരുമെന്നുള്ളൊരു ചർച്ച ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ സജീവമായി തന്നെ മുന്നോട്ട് പോയിരുന്നു. ഒടുവിലാണ് ഒരു സാംസ്കാരിക പ്രവർത്തകനും കവിയും ഒക്കെ ആയിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണനിലേക്ക് ആ പേരെത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക മേഖലയിലടക്കം അത്തരത്തിലുള്ള പ്രവർത്തകരെ അടക്കം സംയോജിപ്പിച്ചുകൊണ്ട് ഒപ്പം ജനങ്ങൾക്കൊപ്പം സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളുന്ന, സാധാരണക്കാരെ മനസ്സിലാക്കുന്ന, ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിലും സർവ്വ മേഖലയിലേക്കും ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിലൂടെ സാധിച്ചതെന്നാണ് LDFൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ പിന്നീട് പ്രചരണത്തിലടക്കം വലിയ രീതിയിൽ സജീവമായിരുന്നു. മണ്ഡലത്തിലുടനീളം ഓരോ വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രചരണമാണ് LDFൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ നിലവിലെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളൊരു വലിയ ഉദ്യമം LDFനെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കടുത്ത പോരാട്ടമാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് LDFന് P. ബാലചന്ദ്രന് വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കടുത്ത മത്സരം തന്നെ നടക്കുമെന്നുള്ള വിലയിരുത്തലാണ് അവസാന നിമിഷവും LDFനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളും നേതൃത്വം നൽകിയിരുന്നു LDF. എന്തായാലും അവരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ കോൺഗ്രസിനെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി പരസ്യ പ്രചരണത്തിന് ഇറങ്ങിയ സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലനാണ്. പക്ഷേ രാജൻ ജെ പല്ലൻ്റെ പ്രത്യേകത UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം കൂടുതലാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് മുൻ കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറാണ് രാജൻ ജെ പല്ലൻ. 1 വർഷവും 9 മാസവും ഇരുന്ന് തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ, വികസന നേട്ടങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വലിയ രീതിയിലുള്ള വികസന നേട്ടങ്ങളുടെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് രാജൻ ജെ പല്ലൻ ഈ ഒരു മണ്ഡലത്തിൽ പ്രചരണം നടത്തിയത്. മൂന്നാമതായി വന്ന് ഒന്നാമതായി പ്രചരണ രംഗത്ത് ഫിനിഷ് ചെയ്തു എന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യവും അതുതന്നെയാണ്. രാജൻ ജെ പല്ലനെ മണ്ഡലത്തിൽ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടുകാർക്കും കോർപ്പറേഷൻ പരിധിയിലെ എല്ലാവർക്കും രാജൻ ജെ പല്ലനെ അറിയാം. അതുകൊണ്ട് തന്നെ രാജൻ ജെ പല്ലൻ്റെ വിജയം സുനിശ്ചിതമാണ്. വളരെ സുഗമമായി തന്നെ രാജൻ ജെ പല്ലൻ വിജയം നേടുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് UDFൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് UDF മണ്ഡലത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ 3 മുന്നണികളും ശക്തമായ പോരാട്ടം നടത്തുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ എന്നുള്ളതും വലിയൊരു പ്രചരണ കാലങ്ങളിലെ വലിയ രീതിയിലുള്ള ഒരാവേശം സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ 3 മുന്നണികളും ശക്തമായി തന്നെ പ്രചരണം മുന്നോട്ട് നീക്കുമ്പോൾ അവസാന നിമിഷവും ആ അതായത് അവസാന ലാപ്പിലും തങ്ങളുടെ ഊഴം കൃത്യമായി വിനിയോഗിച്ച് പരസ്യ പ്രചരണങ്ങളിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളൊരു പരമപ്രധാനമായ കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ ദിവസം 3 മുന്നണികളും നീങ്ങിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇന്ന് 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ ഈ മണ്ഡലത്തിൽ നടത്തിയത്.
നമുക്കറിയാം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ 56 ഡിവിഷൻ ഉണ്ടെങ്കിൽ 40-ൽ പരം ഡിവിഷനുകൾ മാത്രമാണ് ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നണികളെ സംബന്ധിച്ച് ചെറിയൊരു മണ്ഡലമാണെങ്കിൽ പോലും ഈ പരമാവധി 23 ദിവസം പരസ്യ പ്രചരണത്തിന് കിട്ടുമ്പോൾ ആ ദിവസങ്ങളെല്ലാം തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് പിടിക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു മണ്ഡലത്തിൽ സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയാണ് മണ്ഡലത്തിൽ എല്ലാ മുന്നണികളും വെച്ച് പുലർത്തുന്നത്. മറ്റു മണ്ഡലങ്ങളിലും ഇതേ സമാനമായ രീതിയാണുള്ളത്. ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം നടക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നത്, സംസ്ഥാനത്തിൽ മൊത്തത്തിൽ വിലയിരുത്തുന്നത് ജില്ലയിലെ മണ്ഡലം മണലൂരാണ്. നമുക്കറിയാം മുൻ എം പി കൂടിയായ തൃശ്ശൂരിൻ്റെ എം പി കൂടിയായ TN പ്രതാപൻ മത്സരിക്കുന്ന മണ്ഡലം കോൺഗ്രസിനായി, ഒപ്പം തന്നെ NDAക്കായി തൃശ്ശൂരിലെ ലോക്സഭ MP സമ്മാനിച്ച BJPയുടെ ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ മത്സരിക്കുന്ന മണ്ഡലമാണ് മണലൂർ. ഒപ്പം തന്നെ LDFിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യം, LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പുതുക്കാട് മണ്ഡലത്തിലെ മുൻ MLAയും മുൻ LDFിൻ്റെ സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിരുന്ന പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥുമാണ്. അപ്പോൾ തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ ഗ്ലാമർ മത്സരം നടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോരാട്ട വീര്യം നടക്കുന്ന മണ്ഡലം അത് ഏതാണെന്ന് ചോദിച്ചാൽ മണലൂരെന്ന് പറയേണ്ടി വരും. കാരണം അത്രമേൽ മത്സരം, കടുത്ത പോരാട്ടമാണ് മണലൂരിൽ നടക്കുന്നത്. ഇങ്ങനെ ഓരോ മത്സരങ്ങളും വിലയിരുത്തുമ്പോൾ വ്യക്തമായ ആധിപത്യം നിലനിർത്താൻ മുന്നണികളെല്ലാം തന്നെ നേരത്തെ തന്നെ സജ്ജമായിരുന്നു. അവർ പരസ്യ പ്രചരണവുമായി ഏറെ മുന്നേറാൻ സാധിച്ചു എന്നുള്ള വിലയിരുത്തലാണ് ഓരോ മുന്നണികൾക്കുമുള്ളത്. ഇതിൽ ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ നമുക്കറിയാം നിലവിൽ ഏക സീറ്റ് UDFിനുണ്ടത് ചാലക്കുടി മണ്ഡലത്തിലാണ്. ചാലക്കുടിയിലെ സനീഷ് കുമാർ ജോസഫാണ് നിലവിലെ MLA. നിലവിലെ സിറ്റിംഗ് MLA തന്നെ മത്സരത്തിന് ഇറക്കുകയാണ് UDF ക്യാമ്പ്. ഒപ്പം തന്നെ അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത് ഏറ്റവും ഒടുവിലായി സർപ്രൈസ് സ്ഥാനാർത്ഥിയായി LDFിനായി വരുന്നത് കോൺഗ്രസിൻ്റെ അംഗമായ നഗരസഭാംഗമായ ചാലക്കുടി നഗരസഭാംഗമായിരുന്ന ആളിനെയാണ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് എത്തിച്ച് അവരുടെ സ്ഥാനാർത്ഥിയായി ചാലക്കുടി മണ്ഡലത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് ചാലക്കുടി. ചാലക്കുടിയിൽ ആര് ജയിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും ഇത്തരത്തിൽ ഓരോ മണ്ഡലങ്ങൾ, അതിപ്പോൾ ചേലക്കരയായാലും ഇരിങ്ങാലക്കുടയായാലും അങ്ങ് കൊടുങ്ങല്ലൂരായാലും കയ്പമംഗലമായാലും നാട്ടികയായാലും ഒക്കെ ഇതേ സമാനമായ രീതിയാണുള്ളത്. നമുക്കറിയാം ഒട്ടേറെ വിവാദങ്ങൾ നടന്ന മണ്ഡലങ്ങൾക്കുണ്ട്. നാട്ടികയെ സംബന്ധിച്ച് പറയുമ്പോൾ സിറ്റിംഗ് MLA ആയിരുന്ന CC മുകുന്ദൻ അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ പ്രതിഷേധിച്ച് CPI വിടുന്നു, പാർട്ടിയിൽ നിന്നും പുറത്താകുന്നു. ഒപ്പം തന്നെ പിന്നീട് UDF പിന്തുണയ്ക്കുമെന്ന് കരുതുന്നു. ഒടുവിൽ UDFിൻ്റെ പിന്തുണ കിട്ടാതാകുമ്പോൾ അവിടെ അദ്ദേഹം BJPയിലേക്ക് ചേക്കേറുന്നു. അങ്ങനെ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തന്നെ ഇപ്പോൾ CC മുകുന്ദൻ, നാട്ടിക മണ്ഡലത്തിലെ നിലവിൽ MLA ആയിരുന്ന CC മുകുന്ദൻ മത്സരിക്കുന്നു എന്നുള്ള ഏറെ പ്രത്യേകതയുണ്ട്. അവിടെ സുനിൽ ലാലൂരാണ് UDFിനായി മത്സരിക്കുന്നത്. ഒപ്പം തന്നെ LDFിനായി മത്സരിക്കുന്നത് മണ്ഡലത്തിലെ മുൻ MLA കൂടിയായിട്ടുള്ള ഗീതാ ഗോപിയാണ്. ഗീതാ ഗോപിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിലും CC മുകുന്ദനെ പാർട്ടി വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. അങ്ങനെ ഈ ഏറ്റവും ഒടുവിലെ അവസാന നിമിഷം വരെ ഇരു കൂട്ടരും പരസ്പരം LDFും അതുപോലെ തന്നെ മുൻ LDFിൻ്റെ MLA കൂടിയായിരുന്ന CC മുകുന്ദൻ അടക്കമുള്ളവർ തമ്മിൽ പരസ്പര വാക്കുപോരിനും ഈ ഒരു അവസാന നിമിഷം വരെയും നാട്ടിക മണ്ഡലം സാക്ഷ്യം വഹിച്ചു എന്നുള്ളതും ഏറെ സംസ്ഥാന തലത്തിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പിന്നീടുള്ളത് നോക്കുമ്പോൾ ഗുരുവായൂർ മണ്ഡലമാണ് ഏറെ ചർച്ചയായ മറ്റൊരു വിഷയം. അത് വിവാദങ്ങളുടെ പേരിലാണ്. നമുക്കറിയാം ഏറ്റവും ഒടുവിലായി BJPയുടെ സ്ഥാനാർത്ഥിയായി അവിടെ എത്തുന്നത് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ BJPയുടെ എല്ലാ മത്സരങ്ങളിലും, അതായത് തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ ഗുരുവായൂർ മണ്ഡലം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കൂടി വഴിവെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകപ്പെട്ടു. അത് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണെന്ന് മറ്റു മുന്നണികൾ ആരോപിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും വഴിവെക്കുന്നു. ഓക്കെ അഭിജിത്ത്, എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണ കാലഘട്ടത്തിനാണ് അല്പസമയത്തിനകം കൊട്ടിക്കലാശമാകുന്നത്. ആ വിവരങ്ങളിലേക്കും ആ വിശേഷങ്ങളിലേക്കും ആ കാഴ്ചകളിലേക്കും നമുക്ക് തിരിച്ചെത്താം. മറ്റു വാർത്തകൾ നോക്കാം. കോൺഗ്രസ് നേതാവ് PA മാധവന് വാഹനാപകടത്തിൽ പരിക്കേറ്റ സംഭവം പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂരിൽ LDF വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു KV അബ്ദുൽ ഖാദർ. അപകടത്തിലെ ദുരൂഹത നീക്കണമെന്ന് PA മാധവന്റെ മകൻ പോലീസിൽ പരാതിപ്പെട്ടതായി അബ്ദുൽ ഖാദർ പറഞ്ഞു. DCCയുടെ മുൻ പ്രസിഡന്റും മുൻ MLAയുമായ ശ്രീ PA മാധവൻ ആ അപകടം
ദുരൂഹമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി.ജെ.പിയും അവിശുദ്ധ കൂട്ടുകെട്ടുള്ളതായി സംശയിക്കുന്നതായി അബ്ദുൽ ഖാദർ പറഞ്ഞു. ചേലക്കര മണ്ഡലത്തിൽ UDF പ്രചരണ രംഗത്ത് സജീവമല്ല. കുന്നംകുളത്തും കൊടുങ്ങല്ലൂരും NDAയും സജീവമല്ലെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. തൃശൂർ ജില്ലയിൽ ചില മണ്ഡലങ്ങളിൽ UDF വേണ്ടത്ര പ്രവർത്തന രംഗത്തുണ്ടായില്ല, പ്രത്യേകിച്ച് ചേലക്കര നിയമസഭാ മണ്ഡലം. LDF ജില്ലാ നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. PA മാധവന് സംഭവിച്ച അപകടത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ മകൻ സമീർ M. നായർ TCVയോട് പറഞ്ഞു. ഇടതുമുന്നണിയുടെ വാർത്താസമ്മേളനത്തിലെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു സമീർ. അപകടം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടത് വാസ്തവമാണ്, എന്നാൽ അതിനെ വളച്ചൊടിക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സമീർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി എടവിലങ്ങ് അടിപൊളി നഗർ കിഴക്കുവശത്തായിരുന്നു സംഭവം. PK സൂപ്പർമാർക്കറ്റിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ തയ്യാറാക്കുന്നത് NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണെന്ന ആരോപണവുമായി LDF രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേ ചൊല്ലി ആരോപണമുയരുകയും പോലീസ് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ വിഷയത്തെ ചൊല്ലി വീണ്ടുമുണ്ടായ തർക്കം സംഘട്ടനത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ സ്ഥാപന ഉടമ സനീഷ്, സഹോദരങ്ങളായ സജീഷ്, സരീഷ്, അമ്മ ഈശ്വരി എന്നിവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പരിക്കേറ്റ DYFI നേതാവ് വിനിൽ ദാസ്, അമീർ കൊടുങ്ങല്ലൂർ എന്നിവരെ മെഡിക്കെയർ ആശുപത്രിയിലും ചികിത്സയിലാണ്. വിഷു ആഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ സ്ഥാപനത്തിന് വേണ്ടിയാണ് കിറ്റ് ഒരുക്കിയതെന്ന് സ്ഥാപന ഉടമ സനീഷ് പോലീസിന് മൊഴി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ഉത്രാളിക്കാവിന് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായ ഇബ്രാഹിം, ഷഫീഖ് എന്നിവർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങുകയായിരുന്ന മണ്ണാർക്കാട് ആലനന്നൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ താഴെയുള്ള വീടിന്റെ വശത്തേക്കാണ് പതിച്ചത്. അപകടത്തെ തുടർന്ന് സമീപത്തെ വൈദ്യുതി തൂണുകളും തകർന്നു. തെരഞ്ഞെടുപ്പിൽ UDF തൃശൂർ ജില്ലയിൽ വൻ മുന്നേറ്റം നടത്തുമെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജോസഫ് ടാജറ്റ്. PA മാധവന് അപകടം സംഭവിച്ചതിനെ ചൊല്ലിയുള്ള പരാതി CPM വളച്ചൊടിക്കുകയാണ്. TN പ്രതാപനെതിരെയുള്ള ഫിറോസിന്റെ പരാതി പൂർണ്ണമായും തെറ്റാണ്. കോൺഗ്രസ് പുറത്താക്കിയ ഒരാൾക്ക് വാർത്താസമ്മേളനം നടത്താൻ ഓഫീസ് വിട്ടു നൽകിയത് CPMന്റെ അപജയമാണ് കാണിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും UDF മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുസ്ലിം ലീഗ് നേതാവ് CA റഷീദ്, കേരള കോൺഗ്രസ് M നേതാവ് CV കുര്യാക്കോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ആരോപണവുമായി BJPയിൽ ചേർന്ന മുൻ കോൺഗ്രസ് നേതാവ്. പ്രതാപൻ തനി വിഷവും ശുദ്ധ തട്ടിപ്പുകാരനുമാണെന്ന് മുൻ DCC വൈസ് പ്രസിഡന്റ് MS അനിൽകുമാർ പറഞ്ഞു. ദാരിദ്ര്യം വിറ്റ് കാശാക്കുന്ന പ്രതാപന്റെ പ്രകടനങ്ങളെല്ലാം പ്രഹസനമാണ്. സ്നേഹതീരം പദ്ധതിയുടെ മറവിൽ പോലും ബിനാമി ഇടപാടും തട്ടിപ്പുമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ പത്മജിയുടെയും മുരളീധരന്റെയും തോൽവിക്ക് മുഖ്യ കാരണക്കാരൻ പ്രതാപനാണ്. സ്വാർത്ഥ നേട്ടത്തിനായി ആരുമായും കൂട്ടുകൂടി നീക്കുപോക്ക് നടത്തും. വാടാനപ്പള്ളി കിറ്റ് വിവാദം പ്രതാപന്റെ നാടകമാണ്. പ്രതാപനെതിരെ കോൺഗ്രസ് നേതാവ് ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ വാസ്തവമുണ്ടാകുമെന്നും അനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. പ്രഹസനമാണ് ഈ പ്രതാപൻ കാണിക്കുന്നത്, മുഴുവൻ പ്രഹസനമാണ്, എല്ലാം തട്ടിപ്പാണ്. ദാരിദ്ര്യം വിറ്റ് കാശാക്കുന്ന ഒരാളാണ് പ്രതാപൻ. ഈ സ്നേഹതീരം എന്ന് പറയുന്ന പദ്ധതി, അതിന്റെ പരിസരത്തുള്ള 12 ഏക്കറോളം സ്ഥലം ഇദ്ദേഹം ബിനാമി പേരിൽ മേടിച്ച് കൂട്ടിക്കുക. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇവർ വെട്ടിക്കൂട്ടുകയാണ്. അതിന് ജില്ലയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് TN പ്രതാപൻ. ഇവരൊരാളെയും വളർത്തില്ല. ഇവർ കോഴി വളർത്തൽ കേന്ദ്രങ്ങളായി കോൺഗ്രസിനെ അധപ്പതിപ്പിച്ചു. K മുരളീധരന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം TN പ്രതാപനാണ്. രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് ഓസ്കാർ കൊടുക്കാമെങ്കിൽ അത് പ്രതാപന് കൊടുക്കാം. KP വത്സലൻ രക്തസാക്ഷി ഫണ്ട് വീണ്ടും വിവാദമുന്നയിച്ച് DCC സെക്രട്ടറി C ഗോപപ്രതാപൻ രംഗത്ത്. കൊല്ലപ്പെട്ട KP വത്സലന്റെ മകൻ പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകൾ ഗോപപ്രതാപൻ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസമാണ് പൊതുയോഗത്തിൽ ഗോപപ്രതാപൻ ഈ വിവാദവുമായി രംഗത്തെത്തിയത്. 75 ലക്ഷം പിരിച്ചുവെന്നും 35 ലക്ഷം മാത്രമാണ് കുടുംബത്തിന് നൽകിയതെന്നും ഗോപപ്രതാപൻ ആരോപണമുന്നയിച്ചിരുന്നു. LDF കൊടകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് കോഴിമര ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, KO വർഗീസ്, ബേബി മാത്യു കാവുങ്ങൽ, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, സ്വപ്ന സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി നെല്ലുവായിൽ UDF കുന്നംകുളം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ ഫ്ലക്സ് ബോർഡുകളും ഫോട്ടോ പതിച്ച ചട്ടകളും നശിപ്പിച്ചതായി പരാതി. മുണ്ടൻകോട് കോളനി പരിസരത്താണ് ഫോട്ടോ പതിച്ച ഫ്ലക്സുകളും ചട്ടകളും ഇന്നലെ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചത്. ബൂത്ത് പ്രസിഡന്റ് CK നാരായണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാലിശ്ശേരിയിൽ കർണാടക സ്റ്റേറ്റ് റിസർവ് ഫോഴ്സും കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, T അരവിന്ദാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദേശം 55ഓളം പോലീസ് സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. കൂടാതെ സുരക്ഷയുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ ആറങ്ങോട്ടുകര, കറുകപ്പുത്തൂർ, കൂറ്റനാട്, ചാലിശ്ശേരി, കാഞ്ഞിരത്താണി എന്നിവിടങ്ങളിൽ പ്രത്യേക ഡ്രോൺ പരിശോധനയും നടത്തി. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് മണ്ഡലം പൊതുയോഗം സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായി പന്നിത്തടത്ത് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇഫ്തിഖാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VK രഘുസ്വാമി അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ ഷറഫു പന്നിത്തടം, സജീവ് ചാത്തനാത്ത്, UDF നേതാക്കളായ ഗഫൂർ കടങ്ങോട്, KC ഹംസ, ഷൈനി തമ്പി, PC ഗോപാലകൃഷ്ണൻ, MS ബഷീർ, രഞ്ജു താരു തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക മണ്ഡലം LDF കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അറിയുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായി മൊബൈൽ ആപ്പ് നിർമ്മിക്കും, മുനിയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കും, അത്ലറ്റിക് അക്കാദമി സ്ഥാപിക്കും തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജിന് നൽകി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. KP സന്ദീപ്, AS ദിനകരൻ, TR രമേശ് കുമാർ, KK ജോബി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ബിരുദമെന്നത് ലക്ഷ്യത്തിലേക്കുള്ള പടവുകൾ മാത്രമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ഓരോ ബിരുദധാരിയും തന്റേതായ സംഭാവനകളിലൂടെ രാജ്യത്തെ വികസനത്തിന് പ്രാപ്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കാർഷിക സർവകലാശാലയുടെ 2025 ബിരുദദാനം തൃശ്ശൂരിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. After the completion of my graduation, I want some job in the agriculture department of the state as a scientist or a junior scientist or any agriculture officer there. Is this my destination of all these efforts, all these years? Is this the destination? I have to think in a different way. I have to. And if I am not thinking in different way, this upgradation or graduation has got no meaning. I have to think in a different way. Let us think in a different way. And what is that different? Our state government, our central government, they have provided with many schemes on which I can stand on my foot and say, yes, I am doing this. Let us have a new startup. ബിരുദധാരികൾ സ്റ്റാർട്ടപ്പുകളിലൂടെ സ്വയം സംരംഭകരായി വളർന്ന് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ മികച്ച പങ്ക് വഹിക്കുന്നവരാകണം. സ്വാതന്ത്ര്യം നേടി നൂറ്റാണ്ട് തികയുന്ന 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാനായി മുന്നിട്ടിറങ്ങണം. നാം നേടുന്ന അറിവുകളും വിദ്യാഭ്യാസ യോഗ്യതകളും സമൂഹത്തിനും രാജ്യത്തിനുമായി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അവ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുകയുള്ളൂ എന്നും ഗവർണർ പറഞ്ഞു. രാജ്യത്തേറെ പ്രശസ്തമായ കേരള കാർഷിക സർവകലാശാലയിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നത് അഭിമാനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഫോറസ്ട്രി, ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നീ 4 വിഭാഗങ്ങളിലുള്ള 1108 വിദ്യാർത്ഥികളാണ് ബിരുദം സ്വീകരിച്ചത്. ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും നൽകി ഗവർണർ അനുമോദിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്, രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ, വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ യാമിനി വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്.
കൊരട്ടി മുരിങ്ങൂരിൽ സ്വകാര്യ ബസ് കയറി യാത്രക്കാരി മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയാണ് മരിച്ചത്. ചാലക്കുടിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോയിരുന്ന സെന്റ് ജോസഫ് എന്ന സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിയായിരുന്നു. മുരിങ്ങൂർ സെന്റ് ആന്റണീസ് പള്ളിക്ക് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് അപ്രതീക്ഷിതമായി ബസ്സിൽ നിന്നും ചാടിയിറങ്ങിയപ്പോൾ അടിയിൽ കുടുങ്ങുകയായിരുന്നു. ഇവരുടെ ദേഹത്തോടെ ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെളുത്ത നിറത്തിലുള്ള സ്ത്രീ മഞ്ഞ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. മുരിങ്ങൂരിൽ ധ്യാനത്തിനെത്തിയതാണെന്ന് കരുതുന്നു. കൂർക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കളക്ടർക്ക് നിവേദനം നൽകാൻ സംഘടന ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തികമായിട്ട് ഇവിടെ പുരോഗതിയിലാണ്. ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനെ ഒരു സമരത്തിൽ പോകാൻ കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ള ഈ റോഡിന് കൊടുങ്ങല്ലൂർ മുതൽ കണിമംഗലം പാടം വരെ മാത്രമല്ല ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഓരോ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ റോഡിന്റെ ഈ അവസ്ഥ. ഇത് പൂർത്തിയാക്കാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. KSTP എന്ന കമ്പനി നടത്തുന്ന ഈ ഒരു അനീതിക്കെതിരെയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ഇത് ഇവിടുത്തെ വ്യാപാരികൾ ഒറ്റക്കെട്ടായിട്ട് കളക്ടർക്ക് ഭീമാർജി നൽകുകയാണ്. ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതേപോലെ തന്നെ കരാറിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ റോഡാണ് കേരളത്തിലെ ഈ. നമുക്ക് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ പാലക്കൽ മേഖല നേരിടുന്ന ദുരിതം, ഇവിടെ കടന്നു പോകുന്ന ഓരോ യാത്രക്കാരും അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നാട്ടുകാർക്കും വ്യാപാരികൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഇവിടുത്തെ ദുരിതം. വ്യാപാരികൾ കടടച്ചു പോകുന്നു, അപകടത്തിൽപ്പെട്ടവർ മരണമടയുന്നു, അപകടങ്ങൾ പറ്റുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഈ റോഡിന്റെ ഈ 700 മീറ്റർ റോഡ്, അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ദുരിതം. എടത്തുരുത്തി അയ്യൻപടിയിൽ തെങ്ങൊടിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുട്ടമംഗലം അയ്യൻപടി സ്വദേശി കാവുങ്കീഴിൽ വീട്ടിൽ അംബികയുടെ ഓടിറ്റ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. തൊട്ടടുത്ത പറമ്പിലെ തെങ്ങാണ് ഒടിഞ്ഞു വീണത്. സംഭവ സമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പിടികൂടി. ചന്ദ്രാപ്പിനി സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ വിപിനാണ് അറസ്റ്റിലായത്. 2021 എടത്തുരുത്തി സ്വദേശി കോറോട്ട് വീട്ടിൽ സുവിലാലിനെ ആക്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതി പിന്നീട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. പാവറട്ടിപ്പള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗായിക KS ചിത്ര ആലപിച്ച തിരുനാൾ ഗാനത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. KS ചിത്ര, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഗായികയും റാപ്പറുമായ ഇന്ദുലേഖ വാര്യർ എന്നിവർ മുഖ്യാതിഥികളായി. പാപ്പ ഫ്രെയിംസ് ടീമാണ് സംഗീത പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്. മ്യൂസിക്കൽ പ്രോജക്ടിന്റെ ആശയവും ദൃശ്യസംവിധാനവും നിർവഹിച്ച ജെബിൻ ജോസഫ്, ജമുമ ഫ്രെയിംസ് രക്ഷാധികാരി സേവ്യർ കുറ്റിക്കാട്ട്, പാവർട്ടി തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അന്തർ സർവകലാശാല വടംവലി മത്സരങ്ങൾ ബുധനാഴ്ച കൊടകര സഹൃദയ കോളേജിൽ ആരംഭിക്കും. 114 സർവകലാശാലകളിൽ നിന്നായി 1500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പുരുഷന്മാർക്ക് 640 കിലോ വിഭാഗത്തിലും വനിതകൾക്ക് 500 കിലോ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങൾ ശനിയാഴ്ച സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ KL ജോയി, കായിക വിഭാഗ മേധാവി പോൾ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. JCI തൃശൂർ റോയൽസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കും. ശനിയാഴ്ച സാഹിത്യ അക്കാദമിയിലാണ് പരിപാടി. 10, 11, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും പ്രവേശനം. വാർത്താസമ്മേളനത്തിൽ JCI പ്രസിഡന്റ് മീനു ജോബിൻ, സെക്രട്ടറി KP ഗിരീഷ്, ട്രഷറർ MR നിശാന്ത് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്നു മുതൽ താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39-40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. മറ്റ് ജില്ലകളിൽ ഇത് 35-37 ഡിഗ്രി സെൽഷ്യസ് വരെയായി തുടരാനാണ് സാധ്യത. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കുറഞ്ഞു. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 13,735 രൂപയായി.
പവൻ വില 600 രൂപ കുറഞ്ഞ് 1,09,880 രൂപയായി. അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് വർദ്ധിച്ചതും ലാഭമെടുപ്പുമാണ് വില ഇടിയാൻ കാരണം. ഇന്നലെ രാവിലെ വില കുറഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു കയറിയിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ അംഗങ്ങൾക്കും വിഷുക്കൈ നീട്ടം നൽകി. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദുൽ, മുതിർന്ന അംഗം പൗലോസ് കളമ്പാടൻ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, ഫൗസിയ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം കലാകേന്ദ്രത്തിന്റെ 8ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും വെള്ളിയാഴ്ച നടക്കും. സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരനെ പുരസ്കാരം നൽകി ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, കലാനിലയം ഗോപി എന്നിവർ പങ്കെടുത്തു. തൃശൂരിൽ നിന്ന് യുവതിയെ കാണാതായതായി പരാതി. മാറ്റാമ്പുറം സ്വദേശി ജെഫിന്റെ ഭാര്യ 29 വയസ്സുള്ള ഗ്രേസ് ഇവാഞ്ചലിനെയാണ് ഈ മാസം 4 മുതൽ കാണാതായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:45 മാറ്റാമ്പുറത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലെ സ്വന്തം വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് യുവതി പോയത്. എന്നാൽ ഏറെ വൈകിയും വീട്ടിലെത്താതായതോടെയാണ് ഭർത്താവ് വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. യുവതി റോഡിലൂടെ നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വിയ്യൂർ പോലീസിൽ അറിയിക്കുക. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് കൂടുതുറക്കൽ ശുശ്രൂഷ നടന്നു. ഫാദർ ജോഷി ആളൂർ കാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ചയാണ് തിരുനാൾ. തിരുനാളിന്റെ ഭാഗമായുള്ള ഊട്ടിൽ 10,000-ലധികം പേർ പങ്കെടുക്കും. ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോസഫ് പാലയൂർ, CA മാഗി എന്നിവർ നേതൃത്വം നൽകും. ഇനി വാണിജ്യം. കാർഷിക മേഖലയിൽ കർഷകന് കരുത്തുപകരാൻ ട്രാക്ടർ മുതൽ പവർ വീഡർ ഉൾപ്പെടെയുള്ള കാർഷികോപകരണങ്ങൾ ലഭ്യമാക്കി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് സ്വരാജ് ഡിവിഷന്റെ തൃശൂർ ജില്ലയിലെ അംഗീകൃത ഡീലറായ കരിപ്പായി ട്രാക്ടേഴ്സ് ഷോറൂം പേരാമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. പേരാമംഗലം മനപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച കരിപ്പായി ട്രാക്ടേഴ്സിന്റെ വിപുലമായ സർവീസ് സൗകര്യങ്ങളോടെയുള്ള ഷോറൂമിന്റെ ഉദ്ഘാടനവും 10 ട്രാക്ടറുകളുടെ താക്കോൽ കൈമാറ്റവും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് സ്വരാജ് ഡിവിഷൻ സോണൽ ഹെഡ് അമൽ ചൗധരി, തമിഴ്നാട് ആൻഡ് കേരള സെയിൽസ് GGM ശ്രീനിവാസ് ചൗധരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കരിപ്പായി ട്രാക്ടേഴ്സ് CEO K സൈതലവി, മാനേജിംഗ് ഡയറക്ടർ K മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിലും വിവിധ ഹെവി ഡ്യൂട്ടി ഉപയോഗങ്ങൾക്കും ആവശ്യമായ 17 HP മുതൽ 70 HP വരെ വിവിധ വേരിയന്റുകളിലുള്ള ട്രാക്ടേഴ്സ്, പവർ ടില്ലേഴ്സ്, ഹാർവെസ്റ്റിംഗ് മെഷീൻസ്, ഡ്രോൺ, പാഡി ട്രാൻസ്പ്ലാന്റർ, മൾട്ടി ഫാം മെഷീനറീസ് തുടങ്ങിയവ മികച്ച വിൽപ്പനാനന്തര സേവനങ്ങളോടെ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. മിതമായ വിലയും മികച്ച എഞ്ചിൻ പവറുമാണ് സ്വരാജ് ട്രാക്ടറുകളുടെ സവിശേഷത. ട്രാക്ടർ അനുബന്ധ ഇംപ്ലിമെന്റ്സും ആധുനിക സംവിധാനങ്ങളോടെയുള്ള സർവീസ് സൗകര്യങ്ങളും ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8891454555 9562186000. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,735 രൂപ, പവന് 1,09,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്നു. ആവേശക്കൊടുമുടിയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. കോൺഗ്രസ് നേതാവ് PA മാധവന് വാഹനാപകടത്തിൽ പരിക്കേറ്റ സംഭവം പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. അപകടത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് PA മാധവന്റെ മകൻ സമീർ M നായർ. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 10 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ഉത്രാളിക്കാവിന് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്